ഹായ് ഗൈസ്, ഇന്ന് കറൻസി നോട്ടുകൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നമുക്ക് കണ്ടാലോ. നാം എല്ലാവരും സദാ കൈമാറ്റം നടത്തുന്ന ഒരു സാധനമാണല്ലോ പേപ്പർ നോട്ടുകൾ അഥവാ കറൻസി നോട്ടുകൾ. അതീവ രഹസ്യമായി നടത്തുന്ന ഈ പണത്തിന്റെ നിർമ്മാണം എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഹായ് ഗൈസ്, വെൽക്കം ടു അവർ ഫാക്ടറി മേക്ക്. പേപ്പർ നോട്ടുകൾ എന്നറിയപ്പെടുമെങ്കിലും നമ്മുടെയൊന്നും നോട്ടുകൾ പൂർണ്ണമായും പേപ്പർ അല്ല കേട്ടോ. അതിന്റെ 80% കോട്ടൺ കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ഇതിനായി കോട്ടന്റെ വലിയ കെട്ടുകൾ ഫാക്ടറിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. ഇതിനെ മുറിച്ചുകൊണ്ടാണ് നോട്ട് നിർമ്മാണത്തിന്റെ ആദ്യപടി തുടങ്ങുന്നത്. ഇതിന്റെ ചെറിയ കഷ്ണങ്ങളും പേപ്പർ പൾപ്പും വെള്ളവും കൂടി ഒരു വലിയ പാത്രത്തിൽ മിക്സ് ചെയ്തെടുക്കുന്നു. അതിസങ്കീർണമായ മെഷീന്റെ സഹായത്തോടെ ഇതിൽ നിന്നും കൃത്യമായ കനവും മോയ്സ്ചർ കണ്ടന്റും ഉള്ള വലിയ പേപ്പർ ഷീറ്റുകൾ പുറത്തേക്ക് വരുന്നു. ഇനി ഇതിൽ വാട്ടർമാർക്ക് പതിക്കണം. പേപ്പർ ഷീറ്റുകൾ നനഞ്ഞിരിക്കുമ്പോഴാണ് അതിൽ വാട്ടർമാർക്ക് പതിപ്പിക്കാൻ സാധിക്കുന്നത്. നമ്മുടെ നോട്ടുകളിലെല്ലാം കാണുന്ന ഗാന്ധിജിയുടെ തലയും അത്തരം ഒരു വാട്ടർമാർക്കാണ്. ഈ കാണുന്നത് യൂറോ നോട്ടിന്റെ വാട്ടർമാർക്കാണ്. അങ്ങനെ വാട്ടർമാർക്ക് പതിപ്പിച്ച പേപ്പർ ഷീറ്റുകളെ ഒരു വലിയ റോളാക്കി എടുത്തു മാറ്റുന്നു. ഇതിൽ നിന്നും ചെറിയ ഒരു സാമ്പിൾ എടുത്ത് ക്വാളിറ്റി ഇൻസ്പെക്ഷൻ നടത്തി കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുന്നു. ചെക്ക് ചെയ്ത് എല്ലാം ഓക്കെ ആയെന്ന് ഉറപ്പുവരുത്തിയ റോളുകളെ മുറിച്ച് ഒരേ സൈസിലുള്ള 3 റോളുകൾ ആക്കുന്നു. ഇനിയാണ് നോട്ടുകളിൽ ഹോളോഗ്രാം ഘടിപ്പിക്കുന്നത്. യൂറോപ്യൻ കറൻസികളിൽ അത് വലിയ ഒരു സ്ട്രിപ്പ് പോലെയാണെങ്കിൽ നമ്മുടെ നോട്ടുകളിൽ അത് ചെറിയ ഒരു കമ്പിയാണ്. എന്തായാലും പല മെഷീനുകളിലൂടെ കയറിയിറങ്ങി കഴിയുമ്പോൾ ഹോളോഗ്രാം ആ പേപ്പറിന്റെ ഒരു ഭാഗമായി തീർന്നിട്ടുണ്ടാവും. ഇതിനെ വീണ്ടും ചെക്ക് ചെയ്ത് ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നു. വലിയ റോളിൽ നിന്ന് ചതുരത്തിലുള്ള ചെറിയ പീസുകളാക്കി പേപ്പറിനെ മുറിച്ചിടുന്നതാണ് അടുത്ത സ്റ്റെപ്പ്. ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ടാണ് സംഭവിക്കുന്നത്. ക്വാളിറ്റി ചെക്കിങ്ങിന്റെ അവസരങ്ങളിൽ മാത്രമേ മനുഷ്യനെ ആവശ്യമായി വരുന്നുള്ളൂ. കട്ട് ചെയ്ത് വരുന്ന ഷീറ്റുകളെ അവയുടെ എണ്ണമനുസരിച്ച് ഓരോ സെറ്റുകളാക്കി അടുക്കി വെച്ച് പ്രിന്റ് ചെയ്യാനായി വിടുന്നു. അവിടെ നിന്നും ജോലിക്കാർ ഈ ഷീറ്റുകളെ എടുത്ത് മെഷീനിലേക്ക് വെച്ചാൽ മെഷീൻ തന്നെ ഓരോ ഷീറ്റ് എടുത്ത് പുറകെ പ്രിന്റിനായി വിട്ടോളും. അനവധി നിറങ്ങളിലുള്ള റോളിംഗ് മെഷീനിലൂടെ കടത്തിവിട്ട് പല ഷെയ്ഡുകൾ കൊടുത്ത് അതിമനോഹരമായാണ് നോട്ടുകൾ പ്രിന്റ് ചെയ്യുന്നത്. പ്രിന്റ് ചെയ്ത നോട്ടുകളുടെ ക്വാളിറ്റി ഇൻസ്പെക്ഷൻ നടത്തുന്നു. പ്രിന്റിങ്ങിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടോ എന്നും എല്ലാ നിറങ്ങളുടെയും ഷെയ്ഡ് കൃത്യമായി അളവിനുള്ളിലാണെന്നും ക്വാളിറ്റി ഇൻസ്പെക്ടർ ഉറപ്പുവരുത്തുന്നു. അടുത്ത സ്റ്റെപ്പാണ് സിൽക്ക് സ്ക്രീൻ പ്രിന്റിംഗ്. നമ്മുടെ 2000ന്റെ നോട്ടുകളിൽ നോക്കിയാൽ കാണാം 2000 എന്ന് എഴുതിയിരിക്കുന്നത് തിളങ്ങുന്ന അക്ഷരങ്ങളിലാണെന്ന്. ഒരു പ്രത്യേകതരം മഷി ഉപയോഗിച്ചാണ് ഈ പ്രിന്റിംഗ് നടത്തിയിരിക്കുന്നത്. അടുത്തതായി ചെയ്യാനുള്ളത് ഇൻഡാഗ്ലിയോ പ്രിന്റിംഗ്. നോട്ടുകളുടെ മുകളിൽ തൊട്ടു നോക്കിയാൽ മനസ്സിലാകുന്ന തരത്തിൽ പൊങ്ങി നിൽക്കുന്ന ടെക്സ്ചർ ഉണ്ടാക്കാനുള്ള ഒരു പ്രക്രിയയാണിത്. ഇത് കഴിയുന്നതോടുകൂടി നോട്ടുകളെ മുറിക്കാനായി കൊണ്ടുപോകുന്നു. മെഷീനുകൾ തന്നെ ഇതിനെ മുറിച്ച് കൗണ്ട് ചെയ്ത് കൂട്ടിവെച്ച് ബോക്സുകൾക്കുള്ളിലായി പാക്ക് ചെയ്യുന്നു. ഈ കണ്ടത് മാത്രമല്ലാതെ നോട്ടുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഇതിനിടയിൽ ചെയ്യുന്ന പ്രോസസ്സുകൾ ഇപ്പോഴും അതീവ രഹസ്യം തന്നെയാണ്. അങ്ങനെ കറൻസി റെഡി. പിന്നെ പോകുന്നതിന് മുമ്പ് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുമല്ലോ അല്ലേ?